എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നും ഇറാനും ഇസ്രയേലും യുദ്ധം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതുവരെയും അതിനൊരു ശമനം ഉണ്ടായിട്ടില്ല. എപ്പോൾ ഇത് തീരുമെന്ന് പറയാനും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ഇതുകൊണ്ട് ലോകത്തിന് ബുദ്ധിമുട്ടുകളല്ലാതെ ഒരു സമാധാനവും ഉണ്ടാകില്ല. എത്രയോ ആൾക്കാർ വധിക്കപ്പെടുന്നു. എന്തൊക്കെ നഷ്ടങ്ങൾ രണ്ട് രാജ്യത്തിനും ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ച് ഇതിലെ നേതാക്കന്മാർ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഖമേനി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മതപുരോഹിതനാണ്, സുപ്രീം അതോറിറ്റി. ഇദ്ദേഹത്തിന് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുക മനുഷ്യനെ കൊന്നെടുക്കണമെന്ന്? ഇദ്ദേഹം ഒരു മതപുരോഹിതനാണ്. ആ മതപുരോഹിതൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മതപരമായ കാര്യങ്ങളാണ്, ഭരണകാര്യങ്ങളല്ല, രാഷ്ട്രീയ കാര്യങ്ങളല്ല. ഇത്ര വയസ്സായിട്ടും തൻ്റെ ആധിപത്യം മരിക്കും വരെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒരു പിടിവാശിയുള്ള ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണം കൈയാളാനോ ഒരു മതത്തിൻ്റെ നേതൃത്വസ്ഥാനം കൈയടക്കി വയ്ക്കാനോ സാധ്യമല്ല. കാരണം മനസാക്ഷിയുള്ള ഒരു പുരോഹിതനായിട്ടല്ല കാണുന്നത്. തൻ്റെ ജീവൻ ത്യജിച്ചാലും മറ്റുള്ളവരെ അവരുടെ ജീവനെ നിലനിർത്തുകയാണ് ഒരു മതപുരോഹിതൻ ആദ്യമായി ചെയ്യേണ്ടത്. ഇവിടെ മനുഷ്യനെ കൊന്നെടുക്കാൻ വേണ്ടിയുള്ള പല ആയുധങ്ങളും ശേഖരിച്ച് വെച്ച് തീവ്രവാദികൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് ലോകത്തെ തീവ്രവാദികൾ വളർത്തി അശാന്തി പരത്തുന്ന ഒരു മനുഷ്യനായി മാറിയ ഈ ഖമേനിയെ എങ്ങനെ ഒരു മതപുരോഹിതനെന്ന് പറയാൻ പറ്റും? ഈ മനുഷ്യൻ എങ്ങനെ ഒരു രാജ്യത്തെ നയിക്കാൻ പറ്റും? ഇദ്ദേഹത്തെ എങ്ങനെ ഒരു സമാധാനം കൈവരിക്കാൻ സാധിക്കും? ഒട്ടും പറ്റില്ല. ഇസ്രായേൽ ഒരു സൈഡ് നിൽക്കട്ടെ, ഞാൻ ഇസ്രായേലിനെയും ന്യായീകരിക്കുന്നില്ല, അവർക്കും ഉണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ. എന്നാൽ ഖമേനിയെ സംബന്ധിച്ച് അദ്ദേഹം ഇസ്രായേലിനും വലിയൊരു രാജ്യത്തെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന ഒരു മതപുരോഹിതനാണ്. മതപുരോഹിതന്മാരുടെ ജോലിയല്ല നാട് ഭരിക്കുക. ഈ മതപുരോഹിതൻ അദ്ദേഹത്തിൻ്റെ പ്രായം ഇതെല്ലാം വെച്ച് അദ്ദേഹം കൈയാളുന്ന ആ പദവികൾ ഒട്ടും നന്നല്ല. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മറ്റുള്ളവരടിച്ചേൽപ്പിച്ച് ഒരു ഭരണം നിയന്ത്രിക്കാമെന്ന് പറഞ്ഞാൽ വളരെ മോശമായൊരു കാര്യമാണ്. എത്രയോ മനുഷ്യരെ ഇദ്ദേഹത്തിൻ്റെ നിബന്ധന പ്രകാരം തൂക്കിലേറ്റി, എത്രയോ പേര് വധിച്ചു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞ അത് സഫലീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സംഘടനയാണല്ലോ റെഡ് ആർമി, റെഡ് സേന എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. സമ്പൽ സമൃദ്ധിയും സംസ്കാരത്തിൻ്റെയും ഉറവിടമായിരുന്നു ഇറാൻ. അതിനെ ഓരോ ദിവസം ചെല്ലുന്തോറും നശിപ്പിച്ച് ആ രാജ്യത്തിനെ ശിഥിലീകരിക്കാനുള്ള ഒരു മത അധ്യക്ഷനായി മാറിയ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കൊരു ശാപമാണ്. കഴിയുന്നതും ഇറാൻ ജനതകൾ ഇത് മനസ്സിലാക്കി ഇദ്ദേഹത്തിനെ നിഷ്കാസനം ചെയ്യുക. അതിന് ഇസ്രായേലിൻ്റെ ആവശ്യമില്ല.
ഇസ്രായേലിൻ്റെ ഇല്ലാതെ തന്നെ ഈ തീവ്രവാദം പരത്തുന്ന ഈ മതപുരോഹിതനെ വേണ്ടതെന്താണെന്ന് ഇറാൻ ജനതകൾ തീരുമാനിക്കുക. എപ്പോഴും വെടിയുണ്ടകൾ കൊണ്ട് ഒരു ജനത്തെ നിയന്ത്രിച്ച് നിർത്താം എന്ന് പറയുന്നത് അത് എന്നും നിലനിൽപ്പുള്ളൊരു കാര്യമില്ല. ദുഃഖകരമായ കാര്യമാണ് ഇപ്പോൾ കേൾക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാനുള്ള സംവിധാനമാണെന്ന്. അതിലൂടെ ലോകത്തിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുമൂലം പല രാജ്യങ്ങളും അവരുടേതായ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. പ്രധാനമായി ആ കടലിടുക്കിലൂടെയാണ് പല ഭാഗങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിലുകളും മറ്റു വസ്തുക്കളും അതുമായിട്ട് റിലേറ്റഡുള്ള പല പ്രോഡക്ട്സുകളും പോകുന്നത്. ആ കടലിടുക്കിലൂടെ ആ കടലിടുക്കിൽ ഒരു തടസ്സം സൃഷ്ടിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അത് ലോകത്തിന് തന്നെ ഭീഷണിയാകും. കാരണം തീവ്രവാദം വളർത്തുന്ന ഈ മതപുരോഹിതനെ ഇതൊക്കെ ഒന്നൊരു സാരമില്ലാത്ത കാര്യമാണ്. ജീവൻ എന്താണ്, മനുഷ്യൻ എന്താണ്, സ്നേഹം എന്താണ്, കരുണ എന്താണ്, കാരുണ്യം എന്താണ് ഒന്നും അറിയാത്ത ഈ മനുഷ്യനെ ഒരു മതപുരോഹിതനായി ലോകത്തിന് കാണാൻ പറ്റില്ല. സോ ഈ പുരോഹിതനോടും ആ ഇറാൻ ജനതയോടും പറയുന്നു, ഇദ്ദേഹത്തെ തൽക്കാലം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹം മതമാണ് പ്രചരിപ്പിക്കുക, മതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിൽക്കട്ടെ. മറിച്ച് തീവ്രവാദം നടത്താനും മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടും സ്വന്തം രാജ്യത്തോടൊരു കൊന്നെടുക്കാനുള്ള സംവിധാനം ചെയ്യാനുള്ളൊരവസരം ജനങ്ങൾ കൊടുക്കാതിരിക്കുക. ഇറാൻ്റെ സംസ്കാരമെന്ന് പറയുന്നത് ഈ കമ്മ്യൂണിയുടെ സംസ്കാരമല്ല. അതാദ്യം ഇറാൻ ജനത തിരിച്ചറിഞ്ഞാലും കഴിയുന്നതും ഇസ്രായേലിനോടും പറയുന്നു, പരസ്പരം സമാധാനമായി നിങ്ങൾ ഈ യുദ്ധത്തിനൊരു അവസാനം കണ്ടെത്തുക. രണ്ട് രാജ്യത്തിലുള്ളവർക്കും ഒത്തിരി നഷ്ടങ്ങളുണ്ടാകുന്നത്, നിങ്ങളുടെ സ്വന്തം ജനതകൾ മരിച്ചു വീഴുന്നു, വികലാംഗരാകുന്നു, പല നഷ്ടങ്ങളുണ്ടാകുന്നു. അതിനിയെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു സൗമ്യമായി എല്ലാം പരിഹരിക്കാൻ ശ്രമിച്ചാലും ലോകം നിങ്ങളുടെ സമാധാന ശ്രമങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരുന്നതായിരിക്കും. യുദ്ധം നമുക്ക് വേണ്ട, ഒരു അവസാനം കൊടുക്കുക എത്രയും വേഗം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇറാനും ഇസ്രായേലുമുള്ള നേതൃത്വത്തിന് ഈശ്വരൻ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ ശുഭവാർത്തയുമായി. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.